ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് മന്ത്ലി ഷോപ്പിംഗ്, നമ്മുടെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പുതിയ കുറച്ച് സ്കിൻ കെയർ മേടിച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ണിക്കൊക്കെ ആയിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആമസോണിൽ മെയ് മന്തിലെ ഗ്രേറ്റ് സമ്മർ സെയിൽ പോയോണ്ടിരിക്കുകയാണ്. ഏകദേശം 80% വരെ ഓഫിലെ ബ്യൂട്ടി ഫാഷൻ കാറ്റഗറിയിലൊക്കെ നല്ല സെയിൽ, നല്ല ഓഫർ ഉണ്ട്. അതുപോലെ നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ എക്സ്ട്രാ 10% ക്യാഷ് ബാക്കും കിട്ടും. അപ്പം എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ തീരുന്നതിന് മുന്നേ മേടിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്ന കുറച്ച് സ്കിൻ കെയർ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള മേക്കപ്പും ഉണ്ട്. വീഡിയോയ്ക്ക് പോവാം. എനിക്കറിയാം ഇതധികം പേർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെന്ന്, എന്നാൽ കുറച്ച് പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണേ. ഇന്ന് സ്കിൻ കെയറിൽ മേടിച്ചിട്ടുള്ളത് ഞാൻ അധികം ഇതുവരെ മുന്നേ യൂസ് ചെയ്ത് നോക്കാത്ത സാധനങ്ങൾ തന്നെയാണ്. അതിലൊന്നാണ് ഒരു പ്രത്യേക തരം മോഹത്തിൻ്റെ മുകളിൽ വാങ്ങിയത്. ഇത് ജോവീസ് ഹെർബൽസിൻ്റെ സ്ട്രോബെറി ഫേസ് വാഷ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഫേസ് വാഷിന് നോക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് ആമസോണിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഗ്ലോയിങ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഇതിന് റിവ്യൂ കാണുന്നുണ്ട്. 4+ സ്റ്റാർ ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ലതായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ പേരിലാണ് മേടിച്ചിട്ടുള്ളത്. ഞാൻ സ്കിൻ കെയർ ഒക്കെ ഇങ്ങനെ ഒരുപാട് മാറി മാറി യൂസ് ചെയ്യുന്ന ആളല്ല. എന്തായാലും ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി. ഇത് 120 ml പാക്കാണ്. അത്യാവശ്യം റേറ്റ് കുറവാണ്. ഇത് 200-250 ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരണേ കേട്ടോ. പാരബൻ ഫ്രീ ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. ഇനി വേറൊരു ഫേസ് വാഷ്, ഇത് മാമ-എർത്തിൻ്റെ ഉപ്ടാൻ നാച്ചുറൽ ഗ്ലോ ഫേസ് വാഷ് ആണ്. ഇത് ചിലപ്പോഴേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ചിലപ്പോൾ മുന്നിക്ക് കൊടുക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫേസ് വാഷിൻ്റെ മുകളിൽ തല്ലാണ്. ഞാനിപ്പോൾ മേടിക്കുന്ന ഫേസ് വാഷ് അവനായിട്ട് ഞാൻ മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ് ഇപ്പോഴും മേടിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. എനിക്ക് കുറച്ച് നല്ല പതയൊക്കെ ഉള്ള ടൈപ്പാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ മേടിക്കുന്ന ഫേസ് വാഷാണ് അവന് താല്പര്യം. അവൻ മേടിച്ചത് അവസാനം എനിക്ക് തന്നെ തരും. അപ്പം ഇത് കുഴപ്പമില്ല തോന്നുന്നു. അപ്പം ഞാനത് അവനായിട്ട് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ അവൻ എന്തായാലും ഒന്ന് മാറി ഉപയോഗിച്ച് നോക്കിക്കോട്ടെ എന്ന് കരുതി. ടാൻ റിമൂവലിനാണ് ഇത് ബെസ്റ്റ്. അപ്പം വെയിലൊക്കെ കൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് അധികം ഇവരൊന്നും ഈ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ കൊടുത്തു കഴിഞ്ഞാലും അവ ഉപയോഗിക്കില്ല. ഞാൻ പറയും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഉപയോഗിക്കലൊന്നുമില്ല. അപ്പം അവന് വേണ്ടിയിട്ട് ആണ് ഇത് മേടിച്ചത് കേട്ടോ. ഇത് വലിയ പാക്ക് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഒരു ഷാമ്പു ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് മാമ-എർത്തിൻ്റെ ഓണിയൻ ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പു ആണ്. ഇത് ഞാൻ അവന് വേണ്ടി വാങ്ങിയതാട്ടോ. അവൻ്റെ കേളി ഹെയർ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി ബ്ലണ്ടിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ആണ്. അപ്പം അത് ഏകദേശം തീരുമാനമായി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കാം, അവനായിട്ട് വേറെ ഷാമ്പു മേടിക്കാം എന്നുള്ളത്. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മാമ-എർത്തിൻ്റെ റോസ്മേരി വാട്ടർ എസെൻഷ്യൽ ഷാമ്പു അങ്ങനെ എന്തോ പറയണല്ലേ, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അതിൻ്റെ ഷാമ്പും കണ്ടീഷണറും ഞാൻ ഫുള്ള് യൂസ് ചെയ്ത് തീർത്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പം ഇതും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് മേടിച്ചത്. അവൻ്റെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവൻ്റെ മുടി അത്യാവശ്യം നല്ല മുടിയുണ്ട്, നല്ല തിക്കായിട്ടുള്ള കേളി ഹെയർ ആണ്. അവൻ ഉപയോഗിച്ച് നോക്കിക്കോട്ടെ എന്ന് കരുതി. എനിക്ക് ബി ബ്ലെൻഡിൻ്റെ ആണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി ബ്ലെൻഡിൻ്റെയാണ്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കിക്കോട്ടെ എന്ന് കരുതി. ഇതും 200 ml ആണ് തോന്നുന്നു, 400 ml ആണ് കേട്ടോ ഈ ബോട്ടിൽ വന്നിട്ടുള്ളത്. അപ്പം അതാണ് അടുത്ത് മേടിച്ചത് കേട്ടോ. ഇനി എനിക്ക് വാങ്ങിയിട്ടുള്ള ഒരു കാജലാണ്. ഇത് മാമ-എർത്തിൻ്റെ കാജലാണ്. ഞാൻ കാജൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തോ കാര്യത്തിന് വേണ്ടി നോക്കിയപ്പം ഒരു കൺമഷി പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഐലൈനർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത്. അന്ന് എഴുതിയപ്പോൾ ആകെ പരന്ന് നല്ല കുളമായി, ഉള്ളിലൊക്കെ പോയിട്ട് കണ്ണൊക്കെ ആകെ നീറിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാജൽ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് മാമ-എർത്തിൻ്റെ വാങ്ങി. മാമ-എർത്തിൻ്റെ ഈ കാജൽ ഞാൻ മുന്നേ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു നോർമൽ കാജലാണ്. ഭയങ്കര സംഭവം എന്നല്ല, ഒരു സാധാരണ. എനിക്കങ്ങനെ ഒത്തിരി നല്ല കരിയായിട്ടിരിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എഴുതിയ പോലെ ലുക്ക് കിട്ടിയാൽ മതി. അതിൻ്റെ ഇത് കുഴപ്പമില്ല. 299 രൂപയ്ക്ക് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പം ഇനി ഞാൻ സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്തിയിട്ടില്ല. അപ്പം എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ വീഡിയോ വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യൂ, ഞാൻ നിർബന്ധിക്കണില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണാം.